കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നും പ്രതിയെ സഹായിക്കാൻ വേണ്ടിയാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നും കോടതി വിമർശിച്ചു. ഗൂഢാലോചന കണ്ടെത്താൻ അന്വേഷണം നടത്തിയില്ലെങ്കിൽ കോടതി നടത്തുമെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പാലിക്കാതെ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെയാണ് തലശ്ശേരി സെഷൻസ് കോടതി പ്രതിയെ വിട്ടയച്ചത്. പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി നിതിൻ രാജിന്റെ കുടുംബം നൽകിയ ഉപഹർജി കൂടി പരിഗണിക്കുന്നതിനിടയിലാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ പോലീസിനെ കുടഞ്ഞത്. ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് എന്താണ് അറസ്റ്റിന്റെ നടപടിക്രമങ്ങൾ അറിഞ്ഞുകൂടെ? ഉന്നത ഉദ്യോഗസ്ഥരടക്കം പ്രതിയെ രക്ഷിക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കോടതി നടപടി സ്വീകരിക്കും. ഗൂഢാലോചന കണ്ടെത്താൻ അന്വേഷണം നടത്തിയില്ലെങ്കിൽ കോടതി അത് നടത്തും. പാവപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ട് സ്വാധീനമുള്ളവരെ രക്ഷിക്കാനാണോ പോലീസ്? ആ പോലീസ് എന്തിനാണ് സംസ്ഥാനത്ത്? ജാമ്യം കിട്ടാൻ വേണ്ടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് കോടതി ഓർമ്മപ്പെടുത്തി. പണമുള്ളവർക്ക് എന്തും ചെയ്യാമെന്നാണോ കരുതുന്നത്? ഭരണ സംവിധാനം ആകെ പരാജയമാണെന്ന് കോടതി പറഞ്ഞു. അറസ്റ്റിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സമ്മതിച്ചു. അത് വീഴ്ച സംഭവിച്ചു എന്ന് പ്രാഥമികമായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘത്തെ മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് അന്വേഷിക്കാനുള്ള ചുമതലയായിട്ടുണ്ട്. ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കും. ഞാൻ ആഭ്യന്തരമന്ത്രിയുമായിട്ട് ആ വിഷയം സംസാരിച്ചിരുന്നു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഉദ്യോഗസ്ഥന് അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് നടപടി വേണമെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാകും. റാമിനെ ഹാജരാക്കിയപ്പോൾ എന്തൊക്കെ രേഖകൾ പോലീസ് നൽകിയെന്ന് വ്യക്തമാക്കാൻ കോടതി പറഞ്ഞു. രേഖകൾ ഹൈക്കോടതിയിൽ എത്തിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകി. നടപടിക്രമങ്ങൾ പാലിച്ചാണോ അറസ്റ്റ് എന്ന് കോടതി പരിശോധിക്കും. അതിനിടെ നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കുന്ന പുതിയ അന്വേഷണ സംഘം കണ്ണൂരിലെത്തി. നേരത്തെ കേസ് അന്വേഷിച്ച സംഘവുമായി മലപ്പുറം SP മോഹനചന്ദ്രൻ അടക്കം കൂടിക്കാഴ്ച നടത്തി. മീഡിയ 1 കൊച്ചി.